SFI വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ DYFI രംഗത്ത് വന്നു. സ്ഥാനത്തിന് ചേർന്ന പ്രസ്താവനയാണോ നടത്തിയതെന്ന് ബിനോയ് വിശ്വം പരിശോധിക്കണമെന്നാണ് DYFI ദേശീയ പ്രസിഡന്റ് AR റഹീമിൻ്റെ ഉപദേശം. വസ്തുതാപരവും ക്രിയാത്മകവുമായി വിമർശനം ഉന്നയിക്കണമെന്നാണ് AR റഹീം പറയുന്നത്. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം. അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ DYFI ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു. പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണ്ടേ? അപ്പോൾ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് DYFI. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ് എഗെയിൻ. ഗിരീഷ്, യഥാർത്ഥത്തിൽ AR റഹീം അർത്ഥമാക്കുന്നത് ഒരു പൊതുമധ്യത്തിൽ അത്തരം വിമർശനം ഉയർത്തിയത് ശരിയായില്ല, അതോ അദ്ദേഹത്തിൻ്റെ വിമർശനം വസ്തുതാപരമല്ല എന്നാണോ? ഗുഡ് മോർണിംഗ് എസ്കൻ സൂചിപ്പിച്ച പോലെ ഈ രണ്ട് വിമർശനങ്ങളും ഇപ്പോൾ DYFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. SFI തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷം തകരും എന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. SFI വലിയ അക്രമികളുടെ സംഘടനയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അതേ തീവ്രതയോടെയുള്ള ഒരു നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സ്വീകരിച്ചത്. ഇതാണ് ഇപ്പോൾ DYFIയുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ചേർന്നതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AR റഹീം MP വ്യക്തമാക്കുന്നത്. പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബിനോയ് വിശ്വം തയ്യാറാകണം. അദ്ദേഹത്തെ തിരുത്താനോ ഏറ്റുമുട്ടാനോ DYFI തയ്യാറല്ല. പകരം ഇടതുപക്ഷത്തിൻ്റെ ഐക്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വസ്തുതാപരമായി ശരിയായ കാര്യങ്ങൾ പറയാൻ ബിനോയ് വിശ്വം തയ്യാറാകണം. പക്ഷേ ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വസ്തുതാപരമായി ശരിയായ കാര്യങ്ങളല്ല, വസ്തുതാപരമായും ക്രിയാത്മകമായും വേണം കാര്യങ്ങൾ വിശദമാക്കേണ്ടത് എന്ന് DYFI വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഇതിന് ബിനോയ് വിശ്വത്തിന് ശക്തമായ മറുപടി പറയാൻ DYFIക്ക് അറിയാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അത് ഇടതുപക്ഷ ഐക്യത്തിന് തടസ്സമാകും എന്നും DYFI തിരിച്ചറിയുന്നുണ്ട്. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ DYFI ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AR റഹീം വ്യക്തമാക്കുന്നത്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ പ്രതികരണത്തിൽ SFIക്കും DYFIക്കും ശക്തമായ അമർഷമുണ്ട്. അത് പറയേണ്ട വേദികളിൽ അവർ പറയുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ പരസ്യമായി അതിനെ തള്ളിപ്പറയാൻ DYFI തയ്യാറായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകി. ഹിബ സൗദ പറയുന്നു, SKN പോയിട്ട് വേണം എനിക്ക് പോകാൻ, പണിക്ക് പോകാനാണ്. നിങ്ങൾ പോകാനും തോന്നുന്നില്ല, എൻ്റെ സൗദ വേഗം പണിക്ക് പോകണം. വിജയനും പറയുന്നത്, പത്തനംതിട്ട പോകാതെ ഇദ്ദേഹം പോകാതെ നമ്മളെങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ പണിക്ക് പോകാനുള്ളവർ പോകണം. ചില പ്രേക്ഷകർ വരുന്ന 6 മണിക്ക് തന്നെ മോർണിംഗ് ഷോ തുടങ്ങണം. മോർണിംഗ് ഷോ തുടങ്ങുന്നുണ്ട്, വാർത്തയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 6 മണിക്കൂടെ തുടങ്ങി നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കിയാലോ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നല്ല വാർത്തകൾ വരും 6 മണിക്ക്. 100 ന്യൂസാണ്.